മുകൾ തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള പാർട്ടി പ്രവർത്തകരുടെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം ഈ പാർട്ടിയിൽ നിന്നും ജനങ്ങളെ അകറ്റുന്നു. ഇത് വളരെ വ്യക്തമായി CPM കേന്ദ്ര കമ്മിറ്റി നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം നമുക്കൊന്ന് വിലയിരുത്താം. ഈ പറഞ്ഞ പ്രസ്താവം ബംഗാൾ ഘടകത്തിന് ബാധകമാണോ? ഒരിക്കലുമല്ല. കാരണം ബംഗാളിൽ വളരെ ശോഷിച്ചൊരു പാർട്ടിയാണുള്ളത്. അവിടെ ധാർഷ്ട്യമൊന്നും കാണിക്കാനൊരു അവസരം ഇപ്പോഴില്ല. ഇനിയിപ്പോൾ ത്രിപുരയിലെ ഘടകത്തെ ഉദ്ദേശിച്ചാണോ? അതുമല്ല. കാരണം അവിടെയും ത്രിപുരയിലും അതൊരു ശോഷിച്ച പാർട്ടിയാണ്. ഇനിയിപ്പോൾ 2 സീറ്റുകൾ വിജയിച്ച തമിഴ്നാട്ടിലെ പാർട്ടിയെക്കുറിച്ചാണോ? അല്ല. വ്യക്തമായും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത് കേരള സംസ്ഥാന ഘടകത്തെക്കുറിച്ചാണ്. ആ ഘടകത്തിൻ്റെ നേതൃനിര മുതൽ അണികളിൽ വരെ ബാധിച്ചിരിക്കുന്ന ധാർഷ്ട്യത്തെക്കുറിച്ചാണ്. അത് ആ പാർട്ടി വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തോമസ് ഐസക് അത് മലയാളത്തിൽ വളരെ ഭംഗിയായി ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതി. അല്ലേ, ഈ പാർട്ടിക്ക് ജീവൽ ബന്ധം നഷ്ടമായിരിക്കുന്നു എന്നാണ് തോമസ് ഐസക് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ധാർഷ്ട്യത്തോടുകൂടിയുള്ള പെരുമാറ്റം ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.